ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹാറ്റ് ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയൊരു ഹാറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 mm ഒരു ഹൂക്കും പിന്നെ ഒരു യാനുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമുക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മുടെ തലയുടെ മെഷർമെൻറ്റ് അളന്നിട്ട് അതിന് കണക്കായിട്ടുള്ള ബേസ് ചെയിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കുട്ടികളുടേതാണെങ്കിൽ കുട്ടികളുടെ കറക്റ്റായിട്ട് അളന്നിട്ട് ബേസ് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ക്യാപ്പ് തുന്നിക്കഴിയുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് അളന്നിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പല കുട്ടികളും പല ടൈപ്പായിരിക്കും, അവരുടെ മെഷർമെൻറ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായ ഒരു അളവ് എടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഈ ഹാറ്റ് മുഴുവനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്തിട്ടാണ്. സിംഗിൾ ക്രോഷ്യ മാത്രം അറിഞ്ഞാൽ മതി, അങ്ങനെ ബേസായിട്ട് മറ്റ് സ്റ്റിച്ചസ് ഒന്നും അറിയണമെന്നില്ല. ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 65ഓളം ബേസ് ചെയിൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ 65ഓളം ബേസ് ചെയിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ എല്ലാ ചെയിനിലൂടെയും ഞാൻ സിംഗിൾ ക്രോഷ്യാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷ്യ കൊടുക്കാൻ ഫസ്റ്റ് ചെയിൻ വിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ കൊളുത്തി കൊണ്ടുവന്ന് ഉള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് എടുത്താൽ മതി. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി വലിച്ചുകൊണ്ട് വന്ന് 2 ലൂപ്പ് കെട്ടി അതിലൂടെ പുറത്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് മാത്രം ചെയ്താൽ മതി ഒരു ഹാറ്റ് ഉണ്ടാക്കാൻ. പിന്നെ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ചസ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താൽ അതിൽ യൂസ് ചെയ്താലും മതി. ഡബിൾ ക്രോഷ്യ ആയാലും ട്രിപ്പിൾ ക്രോഷ്യ ആയാലും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിംഗിൾ ക്രോഷ്യ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് തന്നെ എല്ലാ ചെയിനിലേക്കും കണ്ടിന്യൂ ചെയ്താൽ മതി. ലാസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് കടത്തിയിട്ട് കൊളുത്തി വലിച്ചു കൊണ്ടുവന്ന് 2 ലൂപ്പ് കിട്ടിയതിലൂടെ കൊളുത്തി വലിച്ചു കൊണ്ടുവന്ന് പിന്നെ എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് തിരിച്ചു പിടിച്ച് തുന്നാൻ വേണ്ടിയിട്ട്. തിരിച്ചു പിടിച്ച് തുന്നുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ആണ് യാനനെ കൊളുത്തി വലിക്കേണ്ടത്. ഇപ്പോൾ കിട്ടുന്ന ലൂപ്പിലൂടെ കൊളുത്തി വലിച്ചെടുത്താൽ മതി. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എല്ലാത്തിലും. ലാസ്റ്റ് ചെയിനിലെത്തുമ്പോഴേക്കും ആദ്യത്തെ ചെയിനിൽ ഫസ്റ്റ് റോയിൽ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ചെയിനിലൂടെ കൊളുത്തി വെച്ച് എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വേണം തിരിച്ചു പിടിച്ചിട്ട് ഇനി റോസ് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര കളർ ആഡ് ചെയ്യണമെങ്കിൽ അത്രയും ചെയ്യാം, നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ 2 കളർ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഗോൾഡൻ കളറും പിന്നെ ഒരു പിങ്ക് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ഒന്ന് മാത്രമാണ് വേണ്ടതെങ്കിൽ ഒറ്റൊരു കളർ വെച്ചിട്ട് ചെയ്താലും മതി. എത്ര റോസ് വേണോ, നമ്മുടെ ഇപ്പോൾ ഈ ബേസ് ചെയിൻ ഇട്ടിരിക്കുന്നത് തലയുടെ വീതിക്കനുസരിച്ചിട്ടാണ്. ഇനി അതിൻ്റെ നീളത്തിന് നമുക്ക് ഏകദേശം എത്ര നീളം വേണോ ആ നീളത്തിനനുസരിച്ചുള്ള റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെ തലയുടെ മെഷർമെൻറ്റ് പോലെ ഇരിക്കും. അങ്ങനെ എല്ലാ നൂലിലൂടെയും കണ്ടിന്യൂ ചെയ്തിട്ട് വേണ്ടത്ര റോസ് നീളത്തിനനുസരിച്ചുള്ള റോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ റോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. വേണ്ടത്ര റോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നീളത്തിലായിട്ട് ആ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് സാധാരണ നോട്ട് ചെയ്തതിന് ശേഷം സാധാരണ ഒരു നീഡിലെടുത്തിട്ട് 2 ഭാഗം കൂടി തുന്നാനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി, ക്യാപ്പിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി 2 ഭാഗേനെ തുന്നിയെടുക്കണം.
ഇതേ രീതിയിൽ മുകളിൽ വരെ തുന്നിയെടുത്താൽ മതി. ഓക്കെ, തുന്നിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോപ്പിൽ വരേണ്ട ഭാഗം നമുക്കൊന്ന് തുന്നിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ചെയിൻ വിട്ടിട്ട് ഫസ്റ്റ് ചെയിനിൽ തുന്നി, രണ്ടാമത്തെ ചെയിൻ വിട്ട് മൂന്നാമത്തെ ചെയിനിൽ തുന്നു, നെക്സ്റ്റ് 4 വിട്ട് 5ാമത്തെ ചെയിനിലൂടെ തുന്നിയെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ടോപ്പിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് രീതിയിൽ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്ര പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം വേണ്ട ഈ ഒരു ഹാറ്റ് ഉണ്ടാക്കാൻ. ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞ പോലെ ബേസ് ചെയിൻ ഇടാനും സിംഗിൾ ക്രോഷയും അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഫുള്ളായിട്ട് ക്രോഷേ അറിയണമെന്നൊന്നുമില്ല. നമുക്കല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ഹാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അത് തുന്നിയെടുത്ത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, നന്നായി ഒന്ന് ടൈറ്റ് ചെയ്യുക. അതാണ് ടോപ്പിൽ വരേണ്ട ഭാഗം. അപ്പോൾ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോംപോമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോംപോം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നന്നായി ഇത് ടൈറ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അത് കംപ്ലീറ്റായി. ഇങ്ങനെയാണ് നമ്മുടെ ക്യാപ്പ് വരുന്നത്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ആ ഒരു ഹോളിന് അവിടെയുള്ളൊരു ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോംപോം എടുക്കാം. അതിനുശേഷം അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പോംപോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളർ ഞാൻ തന്നെയാണ് എടുത്തത്. കാരണം ടോപ്പിൽ വരുന്നത് പിങ്ക് കളറാണല്ലോ, അതുകൊണ്ട് ഒരു 150 തവണയെങ്കിലും ഞാനത് ചുറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പോംപോം എങ്ങനെയാണ് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പഴയൊരു വീഡിയോ ഉണ്ട് ഹാൻഡ് മെയ്ഡ് പോംപോമിൻ്റെ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് തന്നെ പോംപോം ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, പോംപോം റെഡിയായി. ഇനി ഇത് ക്യാപ്പിനകത്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.